ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത സങ്കടമാണ്. പടച്ചവനെ, എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നതെന്നറിയോ? സങ്കടം തോന്നും സഹോദരാ, സങ്കടം തോന്നുന്ന പല വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, ഞങ്ങളുടെ കേരളത്തിലൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, മഹാന്മാര്, അവരെ അള്ളാഹു ആദരിച്ചവരാ, അള്ളാഹു ബഹുമാനിച്ചവരാ. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു അവരെ കുറിച്ച് തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഔലിയാക്കന്മാർ ആരാണെന്ന് പറയുമ്പോ ഇന്ന് പടച്ചവനെ നടക്കുന്ന പല ഉറൂസുകളും പല നേർച്ചകളും സഹിക്കാൻ കഴിയാത്തതാ. ആ മക്കാമിനകത്ത് കിടക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ പോലും കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ, പടച്ചവനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാ നടക്കുന്നത്. പടച്ചവനെ, കേരളത്തിൽ പല പല അതാ മക്കാമുകളിലും നേർച്ചകളെന്ന് പറഞ്ഞ് എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവന്ന ആന വരണ്ടിട്ട് അവസാനം പാപ്പാനയുൾപ്പെടെ ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, പറയാനാരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല. ഇത് പാപമാണെന്ന് പറയാനെന്ന് പലരും തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഏത് ഔലിയാ സഹോദരാ, ഏതു മക്കാമിനകത്ത് കിടക്കുന്ന ഔലിയാ ആണ്, ഏതു വലിയാണ് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ ചെയ്യാൻ പറയുന്നത്? സഹോദരാ, അധപ്പതനത്തിന്റെ അടിത്തട്ടിലൂടെ ഗാനമേളകൾ നടത്തുന്നില്ലേ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഉറൂസില് അതാ പറയാൻ കാത്തിരിക്കുന്നവന് പറഞ്ഞുകൂടെ പറയാൻ അവസരം കൊടുക്കുന്നത് പോലെ, കളിയാക്കാൻ കാത്തിരിക്കുന്നവന് പരിഹസിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ, പടച്ചവനെ, എന്തെല്ലാം അനാചാരങ്ങളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. അവസാനം ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആരെ വരണ്ടിട്ട് ചവിട്ടി കൊല്ലുന്ന വീടിയാണ് സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവര്, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെറുപ്പക്കാര് നടത്തുന്നത്. ഇവിടെയൊക്കെ നാട്ടില് പത്രം എടുത്തു നോക്കിയാൽ കാണാം, മഹാന്മാരുടെ ഉറൂസിന് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആനയ്ക്ക് ഹാലുള്ള വീട്ട് ചവിട്ടിക്കൊല്ല. എങ്ങനെ ഇടകാതിരിക്കും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ഒന്നും ഇല്ല അല്ലേ? അൽഹംദുലില്ലാ, അല്ല, അത്ര സന്തോഷം. ഇവിടെ ആനയ്ക്ക് തന്നെ സഹിക്കണില്ല, എന്നിട്ട് എന്താ ഷഹീദിന്റെ കൂലിയാണോ എന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന കോടികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബിൽഡിംഗ് കെട്ടി കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആളായിരിക്കും. പക്ഷെ ഓം വിചാരിക്കുക, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. എന്നാൽ ചില വാപ്പമാര് പാവപ്പെട്ടവരാ, കമ്പും കുത്തിയേട്ടായിരിക്കും വരിക. ആ ചങ്ങാതിയെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നു പോകും. കാരണം അതങ്ങനെ, അത് അള്ളാഹു അവരുടെ മുഖത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഈമാനിൻ്റെ പ്രകാശം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കരിക്കാത്ത ഒരു ദിവസം നിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുക, എന്താടാ മുഖത്തൊരു സന്തോഷമില്ലാത്ത, എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേ? മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും. എന്നാൽ സുബഹി നിസ്കരിച്ച ദിവസമാണെങ്കിൽ നീ തന്നെ കണ്ണാടി നോക്കിയിട്ട് പറയും, എന്താ അല്ല എനിക്ക് ഗ്ലാമർ വെച്ചോ പടച്ചൻ, ഒരു ഈമാനിൻ്റെ പ്രകാശവാത്. നീ തന്നെ പോയി നോക്ക്. സുബഹി നിസ്കരിച്ച ദിവസവും സുബഹി നിസ്കരിക്കാത്ത ദിവസവും നീ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്ക്. ഞാൻ പറഞ്ഞു വന്നത്, നബിതങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കൂടണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം അധികമായിട്ട് നീ സുജൂദ് ചെയ്യ്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട സഹോദര, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട. ആ ഫർദ് തന്നെ നിസ്കരിക്കുന്ന പാടെന്താ നമുക്കറിയാം, അതും സമയത്ത് നിസ്കരിക്കൂല. ആ ഫർദ് പോലും നിസ്കരിക്കുന്നവർ ഒരു വിഭാഗം പടച്ചവനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വല്ലാതെ അലംഭാവമാണ്. അവരതിന് വലിയ പരിഗണനയൊന്നും കൊടുക്കുന്നില്ലടോ. എന്നാ നിസ്കരിക്കുന്നവന്റെ അവസ്ഥ എന്താ? നിസ്കരിക്കുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കതിന്റെ വിലയറിയുന്നില്ല. നമുക്ക് നിസ്കാരം എന്താണെന്ന് പോലും അറിയുന്നില്ല. പടച്ചവനെ നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു
മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ അവനെ മുസാഫഹത്ത് ചെയ്യുകയാ. നിസ്കാരപ്പായിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, മനുഷ്യ നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സന്തോഷ വാർത്ത പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ, അതാണടാ ചെറുപ്പക്കാരാ നിസ്കാരമെന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും ഹജറുൽ അസ്വദ് മുത്തിയവനെ പോലെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ 1000 വഖത്ത് നിസ്കാരമൊന്നും വേണ്ട, ഒരേ ഒരു വഖത്ത് നിസ്കാരം മതിയടാ സഹോദരാ. നിസ്കരിക്കേണ്ടതുപോലെ ഒരേ ഒരു വഖത്ത് നീ നിസ്കരിച്ചാൽ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നീ സ്വർഗത്തിലാണെന്ന്, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എന്നാ മറ്റു ചിലരോട് പറയുകയാണ്, നീ നിസ്കരിച്ചിട്ടും നരകത്തിലാണ്, നീ നിസ്കരിച്ചിട്ടും നരകത്തിലാണ്, നീ നഷ്ടവാളിയായി പോയല്ലോ. അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെട്ട പടച്ചവനെ നീ നരകത്തിലാണല്ലോ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ താടിയും തടമ്പുമിട്ട് ഞാനും നിങ്ങളും ചിന്തിക്കണമടോ. വർഷങ്ങൾ കൊണ്ട് നിസ്കരിക്കുന്നവരല്ലേ ഉസ്താദേ, ഉഹദ് മലയോളം വലുപ്പത്തിൽ നിസ്കാരം ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാ. നാളെ നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നെങ്കിൽ സഹോദരാ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു സാമ്പിള് പറഞ്ഞു തരട്ടെ. നിസ്കാരം എന്താണെന്ന് മനസ്സിലാകാറ് ഞാനൊരു സാമ്പിള് പറഞ്ഞു തരട്ടെ. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും നിസ്കാരമൊന്ന് നമുക്ക് തുലനം ചെയ്യാം. നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഉർവ തങ്ങളുടെ ഒരു കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത ഒരു വേദനയാണ്, കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചു. വൈദ്യന്മാര് പരിശോധിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞ്, തങ്ങളെ പ്രശ്നമാണ്, ഇത് പഴുക്കാൻ സാധ്യതയുണ്ട്, ഇത് പഴുത്താ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു പരിഗണിച്ചില്ല. സഹോദരാ, കാലിങ്ങനെ വിരല് പഴുക്കുകയാണ് പൊന്നുമോനെ. ആ വിരല് പഴുത്തിട്ട് വല്ലാത്ത വേദനയായി. ഉർവതങ്ങളോട് വൈദ്യന്മാര് പറഞ്ഞു, വിരല് മുറിക്കണം തങ്ങള്. ഉർവതങ്ങള് പരിഗണിച്ചില്ല. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ആ പഴുപ്പ് മുകളിലേക്ക് വ്യാപിക്കുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, കാൽപ്പത്തി മുറിച്ചു മാറ്റണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റണം, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുക തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വേറെ വഴിയില്ലാതെ കാല് മുറിക്കാൻ സമ്മതിക്കുകയാണ്. പടച്ച റബ്ബേ, കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് തയ്യാറെടുത്ത് ആയുധങ്ങളുമായി കടന്നു വരികയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് വൈദ്യന്മാര് കള്ളു കൊടുത്തിട്ട് പറയുകയാ കുടിക്കാൻ, ലഹരി കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഉർവ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഞാൻ ലഹരി കുടിക്കുന്നത്? തങ്ങളെ കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ,
തങ്ങള്, സഹിക്കാൻ കഴിയില്ല തങ്ങള്. ഇത് കുടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ശമനം വരും തങ്ങള്, അറിയാതെ ഇരിക്കാൻ പറ്റും തങ്ങള്. അതുകൊണ്ട് കള്ള് കുടിക്കാൻ അവിടെ നിന്ന് വൈദ്യന്മാര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളിലെ ശിഫയില്ല, ഒരിക്കലും ഞാൻ കുടിക്കില്ല. അവസാനം വൈദ്യന്മാര് വല്ലാത്ത സങ്കടത്തിലായി. പിന്നെ എങ്ങനെയാണ് തങ്ങളെ ഞങ്ങൾ ഈ കാല് മുറിച്ചു മാറ്റുന്നത്? പടച്ചവനെ, അവര് വല്ലാത്ത പ്രയാസത്തിലായി. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരെ. അതിന് ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു സിനിമയുടെ തിരക്കഥയല്ല ഞാൻ പറയുന്നത്, പുഷ്പയുടെ കഥയല്ലടാ പറയുന്നത്. നിനക്ക് പോയിട്ട് വായിച്ചു നോക്കാൻ കഴിയുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ ചരിത്രമാണ് മോനെ. ഉർവതങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഞാൻ ഉളുവെടുത്ത് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഉളുവെടുക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ നിസ്കാരപ്പായിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി. പടച്ചറപ്പിനോട് അവിടെ നിന്ന് പടച്ചവനെ കരാർ ചെയ്യുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഫാത്തിഹ ഓതുകയാണ്. റബ്ബേ, ഉർവതങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങി. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഉർവതങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കാല് മുറിക്കാൻ തയ്യാറാവുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടെ നിന്ന് വെട്ടിമുറിച്ചടാ ചെറുപ്പക്കാരാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു പച്ചയായ മനുഷ്യനൊരു മരുന്നും കൊടുത്തില്ല, ഒരു അനസ്തേസിയുമില്ല, ഒരു മരവിപ്പിക്കലുമില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടെ നിന്ന് വെട്ടിമുറിക്കുകയാണ്. അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. ഉർവതങ്ങൾ അറിഞ്ഞില്ല. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കാലിൽ നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല. അവസാനം പെട്ടെന്ന് രക്തം നിൽക്കാനുള്ള വഴി എന്തെന്നറിയോ? അവര് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. ആ സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ്, നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങു മുക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ. കാരണം നിസ്കാരത്തിലാണ്. ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതും അറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ അവസ്ഥ പറയുന്ന, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ കൊണ്ടുവന്ന് മുറിഞ്ഞ കാലിലേക്ക് അവിടുന്ന് മുക്കുന്നത്. അറിഞ്ഞില്ല മക്കള്, ഉർവ റളിയല്ലാഹു തആല ആർക്ക് പറഞ്ഞില്ല. അവസാനം പടച്ചവനെ അവിടുന്ന് തളർന്നു ബോധം കെട്ട് വീഴുകയാണ്. ഉർവതങ്ങളെ കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. വൈദ്യന്മാര് കാലിലും മരുന്ന് വെച്ച്
വെച്ച് കെട്ടി, കാലിൽ മരുന്ന് വെച്ച് കെട്ടി. ഉർവ റളിയല്ലാഹു തആല അവസാനം ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ വൈദ്യന്മാര് മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ആരാ പറയുന്നത്? കാല് മുറിച്ചു മാറ്റിയെന്ന് ആരാ പറയുന്നത്? മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമാകുമല്ലോ. അങ്ങനെ എല്ലാവരും വൈദ്യന്മാരിങ്ങനെ ചർച്ചയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഓടി വരുന്നത്. എവിടെ ഉർവതങ്ങളെവിടെ, ഉർവതങ്ങളെവിടെ? എന്തിനാണ് ഉർവതങ്ങളെ തിരയുന്നത്? ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. അല്ലാഹുവേ, ഒരു കാല് മുറിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് മരണവാർത്ത വരുന്നത്. രണ്ടാമത്തെ സങ്കടമായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. തങ്ങളെ ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു തങ്ങള്. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങള് കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നത്? പൊന്നാര മകൻ മരിച്ചു പോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നല്ലോ. ഉർവ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട് റബ്ബേ. എന്നോട് അല്ലാഹു കരുണ കാണിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എനിക്ക് ഒരുപാട് മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ എൻ്റെ റബ്ബ് ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളെ പെടെന്ന് പറയുകയാണ്. വൈദ്യന്മാര് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ മഹാനായ ഉർവതങ്ങളിരുന്ന് കരയുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാണ്. സങ്കടം കണ്ടപ്പോ വൈദ്യന്മാര് തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ നിങ്ങൾ കാല് മുറിച്ചപ്പോ, നിങ്ങളുടെ മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ തങ്ങളെ നിങ്ങൾ വല്ലാതെ കരയുന്നത്? ആ സമയത്ത് ഉർവ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ, ആരോഗ്യമുണ്ടായിട്ട് അല്ലാഹു എല്ലാം നിനക്ക് തന്നിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഉർവതങ്ങളിരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഉർവതങ്ങൾ പറഞ്ഞത് കരയാറുള്ള കാരണമെന്തെന്നറിയോ? ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അല്ലാ. ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ, രണ്ട് കാലുള്ള സമയത്ത് നിസ്കരിക്കുന്നത് പോലെ ഇനി എനിക്കൊരുപാട് നേരം നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് നേരം സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ സങ്കടം കൊണ്ട് കരയുകയാ. ആ സങ്കടം കൊണ്ട് കരയുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല പറയുമ്പോ, അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ ഉർവതങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വാപ്പാ, അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്. അതാണ് വാപ്പാ നിസ്കാരമെന്ന് പറഞ്ഞാൽ. ചെറുപ്പക്കാരാ, അതിനാടാ മോനെ നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ സന്തോഷ വാർത്ത പറയുന്നത്. എന്നാ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവങ്ങാണമൊന്ന് മൂളിയിട്ട് പോയാൽ, ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. മുറിച്ചു മാറ്റി കാല്.
എന്നിട്ട് രക്തം നിൽക്കാതെ വന്നപ്പോൾ തിളച്ച എണ്ണ സൈത്തെണ്ണ തിളപ്പിച്ചിട്ട കാലിലേക്ക് മുക്കി. അപ്പോഴും അറിഞ്ഞില്ല. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊതുക് പറഞ്ഞാൽ എനിക്കറിയാം. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. എൻ്റെ ചെവിയുടെ ഭാഗത്ത് കൂടെ ഒരു കൊതുക് മൂളിയിട്ട് പോയാൽ നമുക്കറിയാം. പിന്നല്ലേ കടിക്കുന്നത്. ഇതാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന നിസ്കാരം എൻ്റെത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളറിയോ ഒരു കൊതുക് കൊത്തിയാൽ അറിയോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? നിസ്കരിക്കുമ്പോൾ ഒരു കൊതുക് അടിച്ചാൽ അറിയോ? ഇതാണ് നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം. സ്വർഗത്തിൽ പോകാൻ നിറച്ചു വെച്ചിരിക്കണം അമലിത. എടാ, ഒരാള് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായി നിന്ന് എഴുന്നേൽക്കുമ്പോഴേ അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നാളെ നബിതങ്ങളുടെ സ്വർഗത്തിൽ നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ എത്രത്തോളം നിനക്ക് നിസ്കരിക്കാൻ പറ്റുമോ അത്രത്തോളം നീ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി മുഴുവനും കാല് നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിച്ചു എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ? ഇത്രത്തോളം ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യം എന്താ? ഈ കാല് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോഴും നബിതങ്ങൾ പറഞ്ഞത്, ആയിഷ അള്ളാഹിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, നന്ദി കാണിക്കണ്ടേ. അള്ളാഹു നമ്മളെക്കാ നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം തണുപ്പുണ്ടില്ലേ ഇപ്പം? ഇപ്പം മഴയുടെ സമയമൊന്നും അല്ലല്ലോ. എന്നിട്ടും ഇവിടെ എന്താ റഫീഖ് ഉസ്താദ്, ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്താ റഫീഖ് ഉസ്താദ്? ഇവിടുത്തെ പ്രിൻസിപ്പാളല്ലേ റഫീഖ് ഉസ്താദ്? ഇവിടെ ഇല്ലേ? ഞങ്ങൾ ആൻഡോമാനിലുണ്ടായിരുന്നു. ആൻഡോമാനി ഇങ്ങനെ വഴുത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം മഴ പെയ്യുന്നത് പോലെ മഞ്ഞ് വന്നിറങ്ങണത്. ഞാൻ വിചാരിച്ചു മഴയാണെന്ന്. ഒരു 11 മണിയാ ഉണ്ടായിരുന്നു. പാവപ്പെട്ട മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും സത്യത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ആ എന്താ പറഞ്ഞത് നബിതങ്ങൾ പറഞ്ഞത്, നബിതങ്ങളുടെ മുമ്പ് നബിതങ്ങളിരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു മനുഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞത്, ഒരു നല്ല മനുഷ്യൻ പോകണമെന്ന്, ഒരു നല്ല മനുഷ്യൻ പോകുന്നെന്ന്. അപ്പം നബിതങ്ങൾ ചോദിച്ചു, ഉമറെ നീ അവൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ആ പോകുന്നവൻ നല്ലവനാണെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ച ചോദ്യം, നീ അവൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അവനുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് നബിയന റസൂലുള്ളാഹി. അപ്പോൾ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൻ്റെ കൂടെ സഞ്ചരിക്കണം. ഒരാളുടെ കൂടെ സഞ്ചരിക്കണം, സാമ്പത്തിക ഇടപാടുകൾ നടത്തണം. അപ്പോൾ അറിയാൻ നല്ലവനാണോ മോശമാണോ എന്ന്. ഞാൻ പറഞ്ഞത്, ഉസ്താദിൻ്റെ കൂടെ 2 ദിവസം യാത്ര ചെയ്തു. അൽഹംദുലില്ലാ എയർപോർട്ടിലൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ ചങ്ങാതിയെ മനസ്സിലായത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എപ്പോഴും ഒരു ചിരിയാ മുഖത്ത്. ആ ചിരിയാണ് ആകെയുള്ളൊരു ഐശ്വര്യം. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുക സഹോദര. എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ, എത്രത്തോളം നമുക്ക് സുജൂദുകൾ അധികരിപ്പിക്കാൻ കഴിയുമോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികമായിട്ട് നിങ്ങൾ ചെയ്യും. കഴിവിൻ്റെ പരമാവധി രാത്രിയിലെ നിസ്കാരം ഉപേക്ഷിക്കരുത്. ഒരു 2 റക്അത്ത് നിസ്കാരം. എടോ 5 വഖത്ത് ഇന്നലെ 5 വഖത്ത് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടോ? ഒന്ന് കൈവക്കറോ? ഇന്നലെ 5 വഖത്ത് നിസ്കരിച്ചവരൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എനിക്കറിയാം. വേണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. അതാ ഞാൻ പറഞ്ഞേ. ഈ 5 നേരം നിസ്കരിച്ച നമ്മൾ എത്ര പേരാ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവുക? അത് 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും. ആ രാത്രിയിലെ 2 റക്അത്ത് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റില്ല എന്ന് നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എന്നാൽ ആ പാതിരാത്രി എഴുന്നേറ്റ് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് 4:30 എഴുന്നേറ്റിട്ട് പടച്ചവനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാറ് അത് വല്ലാത്ത ഒരു പുണ്യമാടോ. അള്ളാഹു തന്നെ പറയുകയാ, നബിതങ്ങൾ പറയുകയാ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ കൈപൊക്കിയ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരാണെന്നറിയോ? നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ? സഹോദരാ, നീ സാധാരണ ആളല്ല, നീ VIP ആണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെട്ടവരാട്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ. അള്ളാഹ്
അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയോ? രാത്രിയിൽ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റൂല. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയോ? വല്ലാത്ത പ്രതിഫലമാണ്. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കു സൂർ എന്ന് പറയുന്ന കാകടത്തിലൂതുമ്പോ തോടാറ് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ച് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചവരെ പോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ, 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ തല ഉയർത്തിപ്പിടിച്ചുവിടുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയോ? മോരേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ, സുന്ദരിയായ ഭാര്യയുടെ കൂടെ പുതപ്പിനടിയിൽ അവളുടെ ശരീരത്തിന്റെ തോലിനോട് ചേർന്ന് കിടന്നുറങ്ങുമ്പോ ആ പ്രിയപ്പെട്ടവളെ തെള്ളി മാറ്റിയിട്ട് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച ഉമ്മമാരേ, വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാൻ വല്ലാത്ത സുഖമാണ് മോനെ. ആ തണുപ്പുള്ള സമയത്ത് വല്ലാതെ കിടന്നുറങ്ങുന്ന സമയമാണ്. ഏത് പുതപ്പ് പുതയ്ക്കാത്തവരും പുതപ്പെടുത്ത് പുതച്ചിട്ട് കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സഹോദരാ, നാളെ തല ഉയർത്തിപ്പിടിച്ച് നാളെ പരലോകത്ത് കൂടെ നിനക്ക് നടന്നു പോകാ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്.